ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പേപ്പേഴ്സ് യൂസ് ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് ഹോം ഡെക്കർ ഓർക്കിഡ് ഫ്ലവർ ഉണ്ടാക്കാം കേട്ടോ. ഇതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കളർ A4 ഷീറ്റ് പേപ്പറാണ്. അത് ഇതുപോലെ മടക്കുന്നുണ്ട് കേട്ടോ. കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഓരോ പീസായിട്ട്. ഇനി നിങ്ങൾക്ക് കളർ പേപ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ A4 ഷീറ്റ് പേപ്പർ എടുത്താലും മതി. ഇതുപോലെ പീസുകളായിട്ട് നമുക്ക് കിട്ടണം. പിന്നെ ഈ പീസാക്കിയ ഈ പേപ്പർ ജസ്റ്റ് ഇതുപോലെ മടക്കി ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഏത് ഷേപ്പാണെന്ന് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഓർക്കിഡ് ഫ്ലവറിൻ്റെ പെറ്റൽസ് ആണ്. ഒരു പൂ ഉണ്ടാക്കാൻ നമുക്ക് 4 പെറ്റൽസ് വേണം കേട്ടോ. അതായത് ഇതുപോലത്തെ 2 എണ്ണം, ഇനി 2 എണ്ണം കൂടി വേണം കേട്ടോ. ഇത് ഡിഫറെൻറ്റ് സൈസസിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ചെറിയ സൈസ്, പിന്നെ വലിയ സൈസ്. കാരണം ആദ്യത്തെ ഫ്ലവർ ചെറുതായിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ സൈസിലുള്ളതും പിന്നെ കുറച്ച് വലിയ സൈസ്, പിന്നെ അതിൽ കുറേ വലിയ സൈസിലുള്ള, അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പെറ്റൽസിൻ്റെ ഷേപ്പ് ഇതുപോലെ ഉണ്ടാവണം കേട്ടോ. ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ, ഫസ്റ്റത്തെ ഫ്ലവർ ഉണ്ടാക്കാൻ 4 എണ്ണം, പിന്നത്തെ ഫ്ലവർ ഉണ്ടാക്കാൻ 3 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ നമ്മൾ കട്ട് ചെയ്ത പെറ്റൽസ് ഇതുപോലെ സെൻറ്ററിലാക്കി മടക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാ വെച്ചാൽ നമ്മൾ കമ്പി അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കയറ്റാനാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ പെറ്റൽസിൻ്റെയും സെൻറ്ററിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ വീഡിയോയിലായിരിക്കും നമ്മൾ 50 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഗിവ് അവേ വിന്നർ ആരാന്ന് പറയട്ടോ. നമ്മളൊരു മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗിവ് അവേ എന്താണെന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലായിരിക്കും നമ്മൾ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നമ്മളൊരു കമ്പി എടുക്കുക. ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ മേൽഭാഗം ഇതുപോലെ വളച്ചു കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ വളച്ചു കൊടുത്താലോട് നമ്മൾ പറഞ്ഞ ഓരോ പെറ്റൽസ് അവിടെ പോയി നിൽക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടി തന്നെയാണ് നമ്മൾ ഈ പെറ്റൽസ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞു ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ 4 എണ്ണം, അതായത് ആദ്യത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ 4 or 5 എടുത്തോളും, കുഴപ്പമില്ല. എന്നാലുള്ളൂ അതിനൊരു ഫിനിഷിങ് ടച്ച് ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഓർക്കിഡിൻ്റെ ഫ്ലവർ ഉണ്ടാകുക. ഇനി നമ്മളെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഫസ്റ്റ് അടിഭാഗത്താണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഓരോ പെറ്റൽസും ഇതുപോലെ അതിൽ വെച്ച് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഗ്ലൂ ഗൺ ആയതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിക്കണം. കയ്യിലൊട്ടാൻ ചാൻസ് ഉണ്ട്, പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പും ഇതന്നെ. നമ്മൾ ഇതേപോലെ ഗ്ലൂ ഗണ്ണ് ഫസ്റ്റ് മേലെ തേക്കുക, പിന്നെ അടിയിൽ തേച്ച് കൊടുക്കുക, അങ്ങനെ ഓരോ ഫ്ലവറായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 5-6 സ്റ്റെപ്പ് ഇതന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇനി ഗ്ലൂ ഗൺ ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ സാധാ ഫെവിക്കോൾ വെച്ചിട്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ഒട്ടാൻ ടൈം എടുക്കും, അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു ആക്രാന്തം കാട്ടാതെ സാവധാനത്തിൽ ചെയ്യാൻ നോക്കണേ, ഇല്ലെങ്കിൽ കയ്യിന് നല്ല പണി കിട്ടും. ഗ്ലൂ ഗണ്ണാണ്, ചൂടുണ്ടാവും, കൈ പൊള്ളും. നല്ലൊരു മുട്ടൻ പണി എൻ്റെ കയ്യിന് കിട്ടിയോണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവർ ഏകദേശം റെഡി ആയിട്ടോ. ഇനി നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും പേപ്പേഴ്സ് കിട്ടുകയാണെങ്കിൽ ചെയ്യുക. ഇതുപോലെ സിമ്പിളാണ് ചെയ്യാനും, വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഹോം ഡെക്കർ ഐഡിയ ആണെന്ന് വേണമെങ്കിൽ പറയട്ടോ. ഞാൻ ഇതേപോലെ ബ്ലാക്ക് പേപ്പേഴ്സ് വെച്ചും 2-3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടത് ഈ യെല്ലോ കളർ പേപ്പർ വെച്ച് ചെയ്ത കേട്ടോ. ഒന്നുകൂടി ഭംഗി ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മളെ ഫ്ലവറിൻ്റെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവറിനെ ഓരോന്നിനെയും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. ഇതൊന്നുമല്ല, ഫ്ലവേഴ്സിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണ പോലെ ആകാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതുപോലെ അമർത്തി കൊടുക്കണം. കാരണം ഫ്ലവേഴ്സ് ഇങ്ങനെ മൊത്തം വിരിഞ്ഞിട്ടായിരിക്കില്ലല്ലോ, ചെറുതായിട്ട് ഇങ്ങനെ, അപ്പോഴല്ലേ കാണാൻ ഭംഗി ഉണ്ടാവുക. പിന്നെ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഓരോ ബീഡ്സും നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നുകൂടി അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലുള്ള സിമ്പിൾ ക്രാഫ്റ്റ് വീഡിയോസിനായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചോളി. നമ്മളിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഓർക്കിഡ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു അടിപൊളി ഹോം ഡെക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബ്ലാക്കിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്ലാക്കിനെക്കാട്ടി എനിക്കിഷ്ടപ്പെട്ടത് യെല്ലോ ഫ്ലവർ ചെയ്തപ്പോഴാണ് കേട്ടോ. ബ്ലാക്കിൻ്റെ ഒരു 2-3 എണ്ണമൊക്കെ ഞാൻ ചെയ്തു,
പക്ഷേ അതിനൊരു ലുക്ക് തോന്നിയത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ ഏറ്റവും ഭംഗി യെല്ലോ ആട്ടോ. സോ ഗൈസ്, ഇത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഗിവ് അവേ പറഞ്ഞിരുന്നു കേട്ടോ. നമ്മളെ ചാനലിൽ 50 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നമ്മൾ ഗിവ് അവേ പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഗിവ് അവേ വിന്നർ ആരാണെന്ന് അനൗൺസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പങ്കെടുത്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു സോ മച്ച്, എന്നെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും. പിന്നെ കുറേ ആൾക്കാർ നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ക്രാഫ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും ചെയ്യും. എൻ്റെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് കേട്ടോ. ഇനി നമുക്ക് ആരാണ് ഗിവ് അവേ വിന്നർ നോക്കാം കേട്ടോ. നമ്മൾ കമൻറ്റ് പിക്കറപ്സ് വഴിയാണ് സെലക്ട് ചെയ്യുക. നമ്മൾ വീഡിയോയുടെ ULR ഇവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ അപ്ലോഡ് ചെയ്ത് നോക്കുക കേട്ടോ. ULR നമ്മൾ പേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മളെ വിന്നർ നുസൈബ എന്ന് പറഞ്ഞ വ്യക്തി കേട്ടോ. അപ്പോൾ ഈ വ്യക്തിനെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ ഇല്ലെങ്കിൽ ഇമെയിൽ വഴിയോ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. 24 മണിക്കൂറിനുള്ളിൽ ഇവർ നമുക്ക് റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ വേറൊരാളെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വിജയ്ക്ക് കൺഗ്രാജുലേഷൻസ്. നിങ്ങൾക്കിത് കിട്ടുകയാണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ മെസ്സേജ് കാണുകയാണെങ്കിൽ നമുക്ക് റിപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ കിട്ടിയെന്നെങ്കിലും പറയാം.